Hello, welcome back to our YouTube channel. ഞാൻ നിങ്ങളുടെ സ്വന്തം കോമേഴ്സ് ഫാക്കൽറ്റി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 7 ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് എന്ന പാർട്ടാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് നോക്കുന്നതിന് മുമ്പ് കോസ്റ്റ് അനാലിസിസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് എന്നും ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് എന്നും. അതിൽ ഫസ്റ്റ് വണ്ണാണ് യൂണിറ്റ് 7ലെ ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് അല്ലെ. ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് എന്താന്ന് നോക്കാം. ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് the cost estimates are helpful to managers in arriving at the optimal mix of inputs to achieve a particular output target of a firm. അല്ലെ, നമ്മളൊരു ഫേമിലാണെന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രിയിലാണെന്ന് കരുതിയാൽ നമ്മളൊരു ഫേമിലാകുമ്പോൾ അതിൽ ഇത്ര ഔട്ട്പുട്ട് ഒരു മന്തില് അല്ലെങ്കിൽ ഒരു ഇയറിൽ വേണമെന്നുണ്ടാവും അല്ലെ. ആ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ഇൻപുട്ടുകൾ എന്താണ്? ഒപ്റ്റിമൽ മിക്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് എന്താണ്? ആക്ച്വൽ കോസ്റ്റും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ആണ്. അതിൽ ഫസ്റ്റ് വണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് ആർ ദ കോസ്റ്റ് വിച്ച് എ ഫേം ഇൻകേഴ്സ് വൈൽ പ്രൊഡ്യൂസിങ് ഓർ acquiring a good or services like raw materials, ലേബേഴ്സ്, റെന്റ് അല്ലെ. നമ്മുടെ ഒരു ഫേമിൽ ഉണ്ടാകുന്ന ചെലവുകളിലെ കോസ്റ്റുകളിലെ എന്തൊക്കെയാണ്? നമ്മളൊരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലേബേഴ്സിന് വേജസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ എന്താണ്? റെന്റ് കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മുടെ ആക്ച്വൽ കോസ്റ്റിൽ പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇറ്റ്സ് ഓൾസോ കോൾഡ് അക്വിസിഷൻ കോസ്റ്റ് ഓർ ഔട്ട്ലേ കോസ്റ്റ് അല്ലെ. നമ്മുടെ ആക്ച്വൽ കോസ്റ്റിനെ നമ്മുടെ മറ്റൊരു പേരുകൾ എന്തൊക്കെയാണ്? അക്വിസിഷൻ കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് അല്ലെ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ഫേമിലുള്ള സാധനങ്ങൾ, അത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യും അല്ലെ. ആ ഒന്ന് മാത്രം സെലക്ട് ചെയ്ത് മറ്റൊന്നിനെ നമ്മൾ സെലക്ട് ചെയ്യാതെ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ എന്താണ്? ആക്ച്വൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും എന്താണെന്ന് നോക്കാം. എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്? Explicit costs are the costs that involve an actual payment to other parties. Therefore, an explicit cost is the monetary payment made by a firm for use of an input owned or controlled by others. It's also called അക്കൗണ്ടിങ് കോസ്റ്റ് അല്ലെ. നമ്മുടെ ഒരു ഫേമിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അല്ലെ. എൻ്റെ ഒരു സ്ഥാപനമാണെന്ന് കരുതുക. ആ സ്ഥാപനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ്? അതിലുണ്ടാകുന്ന കോസ്റ്റുകൾ അല്ലെ, ചെലവുകളൊക്കെ എന്താണ്? നമ്മൾ അക്കൗണ്ടിങ് ബുക്ക് ഉണ്ടാവും അല്ലെ. ആ അക്കൗണ്ടിങ് ബുക്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും അല്ലെ. നമ്മൾ ഒരുപാട് നമ്മുടെ കാര്യങ്ങളിലെ വ്യക്തമായിട്ടുള്ള ചെലവുകൾ അല്ലെ, നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന വ്യക്തമായിട്ടുള്ള ചെലവുകൾ അല്ലെ, അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, നമ്മളെ മെഷീനറി എത്ര പർച്ചേസ് ചെയ്തു, പുതിയൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര എംപ്ലോയീസിനെ ആഡ് ചെയ്തു, അവർക്ക് എത്ര സാലറി കൊടുക്കണം, ഇതൊക്കെ നമ്മുടെ ചെലവുകളല്ലേ. ഈ ചെലവുകളൊക്കെ എന്താ നമ്മളെ അക്കൗണ്ടിങ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. ആ വ്യക്തമായ ചെലവുകളെ എന്താണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നു. ഇനി ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നേരെ വിപരീതമാണ് കേട്ടോ. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആർ ഇംപ്യൂട്ടഡ് വാല്യൂ ഓഫ് ദ എന്റർപ്രന്യൂഴ്സ് ഓവൺ റിസോഴ്സസ് ആൻഡ് സർവീസസ് അല്ലെ. ഇതെന്താണ്? അൺനോട്ടീസ്ഡ് ആണ്, നോട്ടീസ്ഡ് അല്ല. അതായത് നമ്മൾ നോട്ട് ചെയ്യുന്നില്ല അല്ലെ. ഇപ്പൊ എൻ്റെ സ്വന്തം ഒരു സ്ഥാപനത്തിലാണെങ്കിൽ എനിക്ക് പേഴ്സണലി ആയിട്ടുള്ള ഒരുപാട് ചെലവുകൾ ഉണ്ട് അല്ലെ. ഞാൻ സ്വന്തമായിട്ട് ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരുപാട് ചെലവുകൾ ഉണ്ട് അല്ലെ. അത് നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ എഴുതൂല അല്ലെ. ചില ചെലവുകൾ നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ എഴുതില്ല, അത് തള്ളിപ്പോകൂലേ. അതിനെയാണ് എന്ത് പറയുന്നത്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ശരിക്കും ഒരു ടോട്ടൽ കോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്താണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. അതായത് നമ്മുടെ ഒരു കമ്പനിയിൽ നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ ശരിയായ ഒരു ടോട്ടൽ കോസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഇത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അൺനോട്ടിസ്ഡ് കോസ്റ്റ് ആണ്. പക്ഷെ അതെന്താണ്? നമ്മൾ അക്കൗണ്ടിങ് ബുക്കിലെ ഒരു ഇയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് അതിൻ്റെയും കൂടി കാൽക്കുലേഷൻ കിട്ടുമ്പോഴേ ഉള്ളൂ, അതിൻ്റെയും കൂടി കണക്കുകൾ കിട്ടുമ്പോഴേ
ഉള്ളൂ എന്ത് നമുക്ക് ഫൈനലി ഒരു ടോട്ടൽ കോസ്റ്റ് കിട്ടുക അല്ലെ. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എത്ര കോസ്റ്റ് ചെലവാക്കി എന്നത് നമുക്ക് ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? വ്യക്തമായ കോസ്റ്റുകളും ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അവ്യക്തമായ കോസ്റ്റുകളുമാണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഡയറക്റ്റ് കോസ്റ്റും indirect cost. എന്താണ് ഡയറക്റ്റ് കോസ്റ്റ്? ഡയറക്റ്റ് കോസ്റ്റ് ആർ ദ എക്സ്പെൻസസ് എ ബിസിനസ് incurs that can be directly tied to the production of a good or the provision of a service. അല്ലേ, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഡയറക്ട്ലി ഉണ്ടാകുന്നതാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ലേബേഴ്സിന് സാലറി കൊടുക്കുക, വേജ് കൊടുക്കുക, റെന്റ്, നമ്മുടെ ഒരു ബിൽഡിങ്ങിന് നമ്മുടെ ഓഫീസിനൊക്കെ എന്താണ് റെന്റ് ഉണ്ടെങ്കിൽ ആ റെന്റ് കൊടുക്കുക, അതൊക്കെ എന്താണ് നമുക്ക് ഡയറക്റ്റ് ആയി വരുന്ന കോസ്റ്റുകളാണ് അല്ലേ. നമുക്ക് ആദ്യം തന്നെ അറിയാം അല്ലെ. ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ദസ് ദാറ്റ് എ കമ്പനി മസ്റ്റ് പേ ടു കീപ് ഇറ്റ്സ് എ ബിസിനസ് റണ്ണിങ് സ്മൂത്ത്ലി അല്ലേ. ബിസിനസ് റണ്ണിങ് സ്മൂത്ത്ലി, അതായത് നമ്മുടെ ബിസിനസ് ഇപ്പോൾ നമ്മുടെ ഒരു മന്ത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ഡൾ ആയിക്കാണ്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ എന്താണ് ബിസിനസ്സിൽ വരുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളാണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് നോക്കാം അല്ലെ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആർ ദ കോസ്റ്റ് വിച്ച് റിമെയിൻ കോൺസ്റ്റന്റ് ആൻഡ് ഡു നോട്ട് വെരി വിത്ത് ദ ഔട്ട്പുട്ട് അല്ലെ. ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്താണ് ഇൻപുട്ടുകളിലൊന്നും ചേഞ്ച് വരാത്തത് അല്ലെ, അല്ലെങ്കിൽ ഇൻപുട്ടുകൾ കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിലൊന്നും ചേഞ്ച് വരാത്ത കാര്യങ്ങൾ അല്ലെ. അതായത് ഫിക്സഡ് കോസ്റ്റ് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു വർഷത്തേക്കാണ് ഒരു ബിൽഡിംഗ് എടുത്തുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന റെന്റ് അല്ലെ, അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ലേബേഴ്സിന്റെ സാലറിയിലെ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ലേബേഴ്സിന്റെ സാലറിയിലൊക്കെ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആർ ദ എക്സ്പെൻസസ് ഇൻ പ്രൊഡക്ഷൻ വിച്ച് വെരി മോർ ഓർ ലെസ് പ്രൊപ്പോർഷനേറ്റ്ലി വിത്ത് ദ ഔട്ട്പുട്ട് അല്ലെ. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ഇതിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ് നമ്മുടെ ഒരു ബിസിനസ്സിൽ എന്താ ഒരു കറന്റ് ചാർജസ് അല്ലെ, കറന്റ് ചാർജസ്, കമ്മീഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിലൊക്കെ എന്താണ് ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. നമ്മുടെ ഇന്നത്തെ കറന്റ് ചാർജ് ആയിരിക്കില്ല അല്ലെ അടുത്ത മാസം വരുന്നത്. ആ ഒരു ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതെന്താണ് വേരിയബിൾ കോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റിൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവില്ല. വേരിയബിൾ കോസ്റ്റിൽ എന്താണ് ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് എന്താണ് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. എന്താണ്? TC, AC, MC. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഈസ് എ ടോട്ടൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇൻ എ ഫേമിലെ. ഒരു ഫേമിൽ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഒരു ഔട്ട്പുട്ട് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഔട്ട്പുട്ട് നിർമ്മിക്കാൻ എത്ര കോസ്റ്റ് ഉണ്ടാവുന്നു എന്നാണ് ടോട്ടൽ കോസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലെ. ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് നിർമ്മിക്കാൻ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് അല്ലെ നമ്മൾ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വണ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് MC. മാർജിനൽ കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻക്രിമെന്റൽ കോസ്റ്റ്. അത് നോട്ട് ചെയ്തോളൂ, ഇൻക്രിമെന്റൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ കോസ്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ദാറ്റ് കംസ് ഫ്രം എ മേക്കിംഗ് ഓർ പ്രൊഡ്യൂസിങ് വൺ അഡീഷണൽ യൂണിറ്റ് അല്ലെ. നമ്മളൊരു ഫേമിൽ ഒരു ഔട്ട്പുട്ട് നിർമ്മിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു മന്ത് എന്താണ് നമ്മൾ ഇത്ര ഔട്ട്പുട്ട് നിർമ്മിച്ചാൽ അതിൽ അടുത്ത മാസം നമ്മൾ ഇപ്പോൾ ഒരു മന്തിൽ നമ്മൾ 10 യൂണിറ്റ് നമ്മൾ നിർമ്മിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസം നമ്മൾ ഔട്ട്പുട്ട് എന്താണ് 15 ആക്കുമ്പോൾ അതിൽ 5 യൂണിറ്റ് നമുക്ക് കൂടിയില്ലേ. അങ്ങനെ ഒരു അഡീഷണൽ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്, അതിനെ കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മാർജിനൽ കോസ്റ്റിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്നാണ് കേട്ടോ. ഇനി നമ്മൾ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞു, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, TC, AC, MC. ഓക്കെ, അപ്പൊ ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് കമന്റ് ആയി രേഖപ്പെടുത്തുക.